وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേർവഴി ആത്മീയ മജ്ലിസിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ദിക്റുകളുടെ മാഹാത്മ്യമൊക്കെ വളരെയേറെ മനസ്സിലാക്കിയവരും ഉൾക്കൊണ്ടവരുമാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തായി അള്ളാഹുവിന് ദിക്റ് ചെയ്യേണ്ടുന്നതിൻ്റെ മാഹാത്മ്യം വിവരിച്ചതായിട്ട് കാണാം. വദ്കുറുല്ലാഹ കസീറ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അള്ളാഹുവിന് നിങ്ങൾ ധാരാളമായിട്ട് ദിക്റ് ചൊല്ലണം, നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. സൂറത്തുൽ അറാഫിൽ 205-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹ്രി മിനൽ ഖൗൽ ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ. വളരെ ഭക്തിയോടുകൂടെയും അള്ളാഹുവിനോടുള്ള ആ ഭയത്തോടുകൂടെയും നീ ദിക്റ് ചൊല്ലണം. ബിൽ ഗുദുവി വൽ ആസാൽ. പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ കഴിയുന്ന അത്ര സമയം ദിക്റിനു വേണ്ടി നീ ഉപയോഗപ്പെടുത്തണം. വലാ തകും മിനൽ ഗാഫിലീൻ. ആ കാര്യത്തിൽ അശ്രദ്ധനാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ദിക്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാരമുള്ള, ദിക്റാവട്ടെ സ്വലാത്താവട്ടെ, ഒരു ഭാരമുള്ള വിഷയമല്ല. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട നാവ് കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണല്ലോ ദിക്റ് ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക, നല്ല കാര്യങ്ങൾ പറയുക എന്നതൊക്കെ. അത് നമ്മൾ മറ്റേത് പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും നാവിനെ ചലിപ്പിക്കാൻ നമുക്ക് കഴിയും. ദൂനൽ ജഹരി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വല്ലാതെ അലമുറയിട്ട് അലറി വിളിച്ചുകൊണ്ട് ചെയ്യേണ്ടതില്ല. മനസ്സുകൊണ്ട് നമ്മുടെ ഖൽബിൽ ദിക്റുകൾ ഹാദിറാക്കിക്കൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ്. നമ്മളൊരു നിമിഷവും പാഴാക്കി കളയാതെ അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് മുഴുകാൻ നമുക്ക് കഴിയും. ഏത് പ്രവൃത്തി ചെയ്യുന്നവനാണെങ്കിലും ഏത് ജോലിയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവനാണെങ്കിലും ഒക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കണം. ആയതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ വലാ തകും മിനൽ ഗാഫിലീൻ, ഈ കാര്യത്തെ തൊട്ട് നീ അശ്രദ്ധനാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹദീസിൽ കാണാം, മാ അമില ബിനു ആദമ മിൻ അമലിൻ അൻജാലഹു മിൻ അദാബില്ലാഹി മിൻ ദിക്രില്ലാഹി അസ്സ വജൽ. നരകത്തിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന അമലുകളുടെ കൂട്ടത്തിൽ ദിക്റിനേക്കാളും വലിയ അമല് ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ അഹബ്ബ അൻ യർതാ ഫീ റിയാദിൽ ജന്ന ഫൽയുകസ്സിർ ദിക്റല്ലാഹി അസ്സ വജൽ. ഒരാൾ
സ്വർഗീയ ആരാമത്തിൽ മേഞ്ഞു നടക്കാൻ, ഉല്ലസിച്ച് നടക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയുകസ്സിർ ദിക്റല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ദിക്റിനെ വർദ്ധിപ്പിക്കട്ടെ എന്ന് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അസ്ബിഹ് വ അംസി വലിസാനുക റത്ബും ബിദിക്രില്ലാഹി അസ്സ വജൽ. നീ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രദോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നിന്റെ നാവ് ദിക്റ് കൊണ്ട് പച്ച പിടിച്ചതായിരിക്കണം. എന്ന് പറഞ്ഞാൽ സദാസമയവും അള്ളാഹുവിനെ ദിക്റ് ചെയ്യുന്ന, സ്മരിക്കുന്ന ഒരു നാവ് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദാ ദക്കറനി അബ്ദി ഫീ നഫ്സി ദക്കർതുഹു ഫീ നഫ്സി വഇദാ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ മലഇഹി. ഒരാള്, എൻ്റെ ഒരടിമ, അവൻ്റെ മനസ്സുകൊണ്ട് എന്നെ സ്മരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അവനെയും ഓർക്കും, സ്മരിക്കും. വഇദാ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ മലഇ. ഒരു സംഘം ആളുകളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് എന്നെ സ്മരിച്ചാൽ, അതാണ് ഈ ദിക്റിന്റെ പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇപ്പൊ ഈ ദിക്റിന്റെ ഒക്കെ മജ്‌ലിസ് കൂട്ടിയിട്ട് പിന്നെ ഇരുന്ന് ചെല്ലുന്നത്? ആളും ബഹളൊക്കെ കൂട്ടിയിട്ട് എന്താ എല്ലാവർക്കും എന്താ അടച്ച റൂമിൽ തനിച്ചിരുന്ന് ചൊല്ലിയാൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ സമൂഹം ഒന്നിച്ചിരുന്ന് മജ്‌ലിസ് കൂട്ടി, മജ്‌ലിസ് സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ ദിക്റ് ചൊല്ലുന്നത് വലിയ മഹത്വമുള്ളതാണ്. ഒരു സംഘം ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് ദിക്റ് ചൊല്ലിയാൽ, ഏതൊരു സംഘത്തിൻ്റെ ഇടയിൽ വെച്ചാണോ അവൻ എനിക്ക് ദിക്റ് ചൊല്ലുന്നത്, ഏതൊരു സംഘത്തോടു കൂടെയാണോ ദിക്റ് ചൊല്ലുന്നത്, അവരെക്കാളും ഉത്തമന്മാരായ സംഘത്തോടൊപ്പം നിന്നുകൊണ്ട് അവനെ ഞാൻ സ്മരിക്കുമെന്ന് ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വൈദാ തഖറബ മിന്നി ഷിബ്റൻ, അങ്ങനെ ദിക്റ് ചൊല്ലി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരാൾ എന്നിലേക്ക് ഒരു ചാണ് അടുത്താൽ, തഖറബതു മിൻഹു ദിറാ, ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. വൈദാ തഖറബ മിന്നി ദിറാൻ, ഒരു മുഴം എന്നിലേക്ക് അവൻ അടുത്താൽ, തഖറബതു മിൻഹു ബാ. എന്തേ പറഞ്ഞത്? വൈദാ തഖറബ മിന്നി ഷിബ്റൻ തഖറബതു മിൻഹു ദിറാൻ, ഒരു മുഴം ഞാൻ അവനിലേക്ക് അടുക്കും. വൈദാ തഖറബ മിന്നി ദിറാൻ തഖറബതു മിൻഹു ബാ, ഒരു മുഴം എന്നിലേക്ക് അടുത്താൽ ഒരു മാറ് ഞാൻ അവനിലേക്ക് അടുക്കും. വഇദാ മശാ ഇലയ്യ, എന്നിലേക്ക് അവൻ നടന്നു വന്നാൽ, ഹർവൽതു ഇലൈഹി, ഹർവൽതു ഇലൈഹി, അവനിലേക്ക് ഞാൻ ഓടിച്ചെല്ലും. കണ്ടോ? അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ അടുക്കുന്നുവോ ആ അടുക്കുന്നതിൻ്റെ എത്രയോ മേലെയായിട്ടാണ് ഇങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അടുക്കുന്നത്. അള്ളാഹുവിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളൊക്കെ അവൻ്റെ അടിമകളാണ്, അവൻ്റെ പടപ്പുകളാണ്. എന്തിനാണ് അള്ളാഹു ഇത്രത്തോളം ഔദാര്യം കാണിക്കുന്നത്? അള്ളാഹു റഹ്മാനാണ്, റഹീമാണ്. നമ്മോട് അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവരെ, മജ്‌ലിസ്, ഇത് ഒരു മജ്‌ലിസാണ്, ഓൺലൈൻ മജ്‌ലിസ്. പലപ്പോഴും നമുക്ക് ഒരു സദസ്സിൽ പോയി കൂടിയിരുന്ന്
ദിക്റിലും മറ്റൊക്കെ പങ്കെടുക്കാൻ എപ്പോഴും സൗകര്യപ്പെട്ടോളണമെന്നില്ല. ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള മീഡിയ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയെങ്കിലും നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് ആളുകൾ ഇതിൽ കൂടുമ്പോൾ അതിലൊരു കണ്ണിയായി നമുക്കും ചേരാൻ കഴിയും. അതിനും വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ദിക്റിൻ്റെ മജ്ലിസ് അത് വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി പ്രത്യേക മലക്കുകളെ, അതായത് ദിക്റിൻ്റെ മജ്ലിസുകൾ അന്വേഷിച്ച് നടക്കാൻ വേണ്ടി, അത് അന്വേഷിച്ച് കണ്ടെത്തി ആ മജ്ലിസുകളെ ആശീർവദിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം മലക്കുകളെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി അസ്സ വജല്ല മലായിക സയ്യാഹീന ഫിൽ അർളി ഫളലൻ അൻ ഖുത്താബിന്നാസ്. അല്ലാഹുവിന് ലോകം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പറ്റം മലക്കുകളുണ്ട്. ഫളലൻ അൻ ഖുത്താബിന്നാസ്, ജനങ്ങളുടെ ഓരോ പ്രവൃത്തികളും ചലനങ്ങളും നിശ്ചലനങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ രേഖപ്പെടുത്തുന്ന നമ്മുടെ ഇടതും വലതുമായിട്ടുള്ള റഖീബ്, അതീദ്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം നിശ്ചയിച്ച മലക്കുകൾക്ക് പുറമെ, നമ്മളുടെ റിക്കാർഡുകൾ രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾക്ക് പുറമെ അല്ലാഹു പ്രത്യേക തരം ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. فإذا وجدوا قوما يذكرون الله عز وجل, അല്ലാഹുവിന് ദിക്ർ ചൊല്ലുന്ന ഒരു മജ്ലിസ് അവർ കണ്ടെത്തിയാൽ, കൂടിയിരുന്ന് ചൊല്ലുന്ന മജ്ലിസ് അവർ കണ്ടെത്തിയാൽ, ഇങ്ങനെയുള്ള മജ്ലിസുകൾ അന്വേഷിച്ചു പോകുന്ന മലക്കുകൾ തനാദൗ, അവർ പരസ്പരം അവരുടെ സഹയാത്രികരെ, അവരുടെ സഹചാരികളെ അവർ വിളിക്കും, ഇതാ വരൂ, ഒരു മജ്ലിസ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് തനാദൗ അവർ പരസ്പരം വിളിക്കും. അലും വരൂ ഇലാ ബിഗയത്തിക്കും, നിങ്ങൾ ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ നീങ്ങുന്നത് എങ്കിൽ ആ ലക്ഷ്യം ഇതാ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് അവർ പറയും. അങ്ങനെ ആ മലക്കുകൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൂടി അവര് ഫയജീഊന ഫയഹുഫൂന ബിഹിം പഠിപ്പിക്കുന്നു. ഫയഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അയ്യു ഷൈഇൻ തറക്തും ഇബാദി യസ്നഊനഹു. മലക്കുകൾ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു അവരോട് ചോദിക്കും, എൻ്റെ അടിയാറുകളെ, ഏത് രൂപത്തിലാണ് നിങ്ങൾ അവരുമായി യാത്ര പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലൂന, അവർ പറയും, തറക്നാഹും യഹ്മദൂനക വയുമജ്ജിദൂനക വയുസബ്ബിഹൂനക. അല്ലാഹുവേ, ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോൾ അവർ നിന്നെ പ്രകീർത്തിക്കുകയാണ്, നിനക്ക് ഹംദ് ചെയ്യുകയാണ്, നിനക്ക് തസ്ബീഹ് ചൊല്ലുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വഹൽ ഔനി, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ പ്രകീർത്തിക്കുവാൻ, എനിക്ക് തസ്ബീഹ് ചൊല്ലുവാൻ, എനിക്ക് ഹംദ് ചൊല്ലുവാൻ, എനിക്ക് ദിക്ർ ചൊല്ലുവാൻ അവർ എന്നെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലൂന, മലക്കുകൾ പറയും, ലാ, പടച്ചവനെ, അവർ നിന്നെ കണ്ടിട്ടില്ല. ഫയഖൂലു ജല്ല ജലാലുഹു കൈഫ ലൗ റഔനി, മലക്കുകളെ, എന്നെ അവർ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? കാണാതെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നെ കണ്ടിരുന്നെങ്കിൽ എന്താണ് അവരവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ഫയഖൂലൂൻ, മലക്കുകൾ പറയും, ലൗ റഔക, നബി അല്ലാഹുവേ, അവർ നിന്നെ കണ്ടാൽ ലകാനൂ അഷദ്ദ തസ്ബീഹൻ വ തംജീദൻ തഹ്മീദൻ വ തംജീദാ, അവർ ഇതിനേക്കാൾ കൂടുതൽ അവർ തസ്ബീഹിലും ഹംദിലും ഒക്കെ ആയിട്ട് മുഴുകും.
എന്ന് അള്ളാഹുവിനോട് മലക്കുകൾ പറയും. ഇവിടെ ഈ മജ്ലിസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ പള്ളികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മജ്ലിസുകൾ സദസ്സുകളിലൊക്കെ ദിക്റ് കൂടി ചൊല്ലുമ്പോൾ ചില ആളുകൾ അവനുദ്ദേശമുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് ആ സദസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിനോട് താല്പര്യമുള്ള ആളുകളാണ് എന്ത് ചെയ്യും, ഏതായാലും നല്ലൊരു സദസ്സിലെത്തിയല്ലോ, എന്നാ ഇവിടെ ഒന്ന് ഇരുന്ന് കുറച്ചു നേരം ഈ ദിക്റിലൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് പോകാം. പക്ഷെ അവന്റെ ലക്ഷ്യം അതായിരുന്നില്ല. ഈ ദിക്റിന്റെ മജ്ലിസിലേക്ക് വരലായിരുന്നില്ല അവരുടെ ലക്ഷ്യം. എന്നാലും അവർക്കും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നി ഉശ്ഹിദുക്കും അന്നി ഖദ് ഗഫർതു ലഹും. ഈ മജ്ലിസിലുള്ള ആളുകൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളോട് ഞാൻ സാക്ഷി പറയുന്നു. അപ്പൊ ഫയഖൂലൂന, മലക്കുകൾ പറയും, കാന ഫീഹിം ഫുലാൻ, അവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഒരാളുണ്ടല്ലോ, ലം യരിദുഹും, അവരുടെ അടുക്കൽ അവർ വന്നിട്ടുള്ളത് ഇന്നമാ ജഅലി ഹാജ, എന്തോ ഒരു ആവശ്യം, അവിടെ വരേണ്ടതായ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതല്ല, അല്ലാതെ ദിക്ർ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വന്നതല്ല. അപ്പൊ ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും, അവരുടെ ലക്ഷ്യം അതല്ലെങ്കിലും ഏതോ വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി വന്നവരാണെങ്കിലും അവർക്കും നിരാശപ്പെടേണ്ടി വരില്ല. അവർക്കും ആ മജ്ലിസിന്റെ മഹത്വം ഞാൻ നൽകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതാണ് ദിക്റിന്റെ മജ്ലിസ്. നമ്മളിവിടെ ചൊല്ലുന്നത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒക്കെ വാരിതായിട്ടുള്ള വന്നിട്ടുള്ള മഹത്വമുള്ള ചെറിയ നിലക്ക് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അത്തരം ദിക്റുകളും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറുമാണ് നമ്മൾ ചൊല്ലി ദുആ ചെയ്യുന്നത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസിനെ അവൻ ഇഷ്ടപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മൾ 6:30 മുതൽ 7:30 വരെയുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ ദിക്റുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ തീർക്കണം എന്നുണ്ട്. സമയത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ ചൊല്ലാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇനി നമ്മൾ അൽ-അസ്മാഉൽ ഹുസ്ന അതിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് ആത്മാർത്ഥമായി ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസു യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫി യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകീം യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയ്യു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ്
يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا مرسي يا الله يا مبدئ يا الله يا قيوم يا الله يا واحد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا ماني يا الله يا الله يا الله يا نفي يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد ليس كمثله شيء وهو السميع البصير إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي أستغفر الله العظيم 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 يا الله يا رحمن يا رحيم 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 يا الله يا رحمن يا رحيم
يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا الله يا رحمن يا رحيم يا رحمن يا رحيم يا الله 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 يا رحمن يا رحيم يا حي يا قيوم 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 لا إله إلا الله محمد رسول الله 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 لا إله إلا الله محمد رسول الله. ഇനി നമ്മൾ ജലാലത്തിൻ്റെ ഇസ്മാണ് ചൊല്ലുന്നത്. അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റൊരു ചിന്തയും വരാതെ ചൊല്ലുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഇസ്മുൽ ആളമിൽപ്പെട്ടാണെന്ന് അഭിപ്രായമുള്ള ഇസ്മാണ് അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ്. അത് മുൻനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ട് നാം അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ ഇഖ്ലാസിനനുസരിച്ചായിരിക്കുമെന്ന് മാത്രം. അല്ലാഹു അല്ലാഹു അല്ലാഹ് 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 അല്ലാഹു അല്ലാഹു അല്ലാഹ്
അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഇനി സ്വലാത്താണ്. കുറച്ച് സ്വലാത്ത് ചൊല്ലി നമുക്ക് അസ്മാഉൽ ബദർ ചൊല്ലാം ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. ഇനി നമുക്ക് അസ്മാഉൽ ബദറിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇതുവരെ ചൊല്ലിയ ദിക്റുകൾ നമ്മിൽ നിന്ന് അവൻ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള സ്വാലിഹായ അമലായി
നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അതിൻ്റെയൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖ്ലിസീങ്ങളിലും മുത്തഖീങ്ങളിലും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വ ആലിഹി വ അസ്ഹാബി ബദരിൻ തുമ്മ കുല്ലി സ്വഹാബതി തബാറക്ത മൗലാനാ ലക്കൽ ഹംദു മദീഹ കിറാമൻ ഖാബൻ സിയമാ അയ്ന റഹ്മതി أعطينا بحاجات لديك توسلا بأصحاب بدر فشفا كل كربتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة محمد المختار ثم أبي بكر وعمر وعثمان علي وطلحة زبير سعيد عبد الرحمن مع أبي عبيدة سعد أوس وأنستي صلاة وتسليم صلاة على نور الوجود وآله وأصحاب بدر ثم كل صحابة وبين إياس خناس من آناس إياس نونيس صعد بن لي خلدتي بوجير بشير بيت ثقب ثابتي وثلبة مع ثابت بيمامتي صلاة وتسليم صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة وثلبة مع ثابت ثم ثابت وثلبة جبر وجبار خرصتي جبير وجابر جابر ثم حديثي وحاتبهم مع حديث ثم حمزتي صلاة على نور الوجود وآله وأصحاب بدر كل ثم كل الصحابة وحارثة مع حارث ثم حارث وحارثة مع حارث ثم حمزة حباب حبيب حارث ثم حارث حرام حسين حارث بن لي خزمتي صلاة على نور الوجود وآله وأصحاب بدر كل وأصحاب بدر ثم كل الصحابة وحاتبهم مع حديث ثم حديث حريس وحارث حديث قبن حصتي وخارجة خلاد خلاد خالد وخلاد خلاد خليد خليفتي صلاة على نور الوجود وآله
وأصحاب بدر ثم كل الصحابة خبيب وخباب خالدي خريب قريس مع خداش قطادتي خراش وخولين وخموات ثم ذي شمالين ذكوان ربيعتي وربعيهم راف ثم رافي وربعيهم رافع ثم رافي ورافيهم ثم رافهم وارفاتي ورافيهم راشد وارفاتي رفاتهم ورفات ورخيلتي زياد زيد زيادهم وزيد زيد وسلمتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة سماك زليم سالم وصويبة سنان سالم وسراقة سواد سهيل سهيل سواد سليط سهيل ثم سهيل وصبرة وسفيان سهيل سعيد وسلمتي وسعد سعد وسلمتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة سليم سعد وسائب سليم وسعد سعد سراقة شجاع وشماس شريك صحيبهم وصفوان صيفي صبيهم ولمرتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة وضحاك ضحاك طفيل ذليب عبد الله عبدتي وعشيم عبد الله عبد لربي وعشيم عبد الله عبس عبادتي وعشيم عبد الله عقيل عاشمي وميل وعبد الله أمر عمارتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة عمارة عبد الله أمار عامري وأمير عبد الله تبان عتبتي وعتبة عبد الله عتبة آمري أمير وعبد الله أمير اسمتي عدي وعبد الله أجلان آمري وعيد عبد الله أمر عبيدتي عبيد وعبد الله ثم بأمري عبيد وعبد الله عثمان عقبتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة وعقبة عبد الله عقبتي عبيد وعبد الله أمر ناتيتي عبيد وعبد الله ثم بعمدهم عمير وعبد الله أمر نصيمتي عمير وعبد الله أمر وعوفيهم عمير وعبد الله نجل رواحتي عويم وعبد الله ثم بعمدهم عياض وعبد الله نسل سراقتي وعبد لرحمن وعكاشة وعبد الله عبد الله عمد بن كندتي وعبادي عبد الله أمر وعمير وعبادي عبد الله مخصوص كلمتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة
وعمد وعبد الله أمد وأمير وأنامي فكفر وتم وقدامتي وكيس قبة وكتادتي وكيس وكاب ثم كاب ولبدتي ومعبد من معبد من معمري ومالك مسعود موفذي شهدتي محمد مذلاج مبشر مالكي مهرر مقداد موليل بن ببرتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة معتي بمسعود معتي بمالكي معتي بمسعود معاذ بن سمتي معوذ مسعود ومقلي مرثدي مجذري مسعود ومهرزي نضلتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة ومنذر مسعود ومهجاي مصابي مواد منذر بني قدامتي معاذ مالك ثم مالكي ومنذر مالك صاحبين أثاثتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة مالكهم نعيمان نوفلي ونعمان نعمان ونعمان أرجتي ونعمان نظريهم ونعمان وهب وضقة ووديتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة ووقيد وهبها وهلالهم قبيل يزيد مع يزيد لتمرتي يزيد مع يزيدهم أبي أعور وأب لكبشة سلمتي أبي حبة وأب لأيوب مع أبي حبيب النبي خلاد وأبي حذيفة صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة أبي هنة وأبي قيس أبي حسن أبي يسر وأب لسلمة ورضعتي أبي طلحة وأبي لبابة مع أبي موليل النبي داوود وأبي خزيمة أبي سرمة وأب لخارجة النبي أقيل النبي مسعود وأبي دجانة أبي أبس وأبي صليت النبي سينان أبي هيثم وأب لصبرات مكة صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة أبي مرثد وأب لمخشيهم أبي لشيخ أبي الليا وأبي قتادة صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة عليهم للاجئنا كبساط كفنا لتحصيل مأمول وإنجاز رغبتي ولطفا بنا في كل أمر ميسرا موسع أرزاق ودافع آفتي صلاة على نور الوجود وآله وصحاب بدر ثم
كل الصحابة رذائلنا بدل بأسنا محاسني تطهرنا عن حل غير وقدرتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة إليك فأوصلنا رضاك يحفنا ونورك يهدينا شهود معيتي أدم أزهرا بالفضل نحوك جاذبا تعاليت نثني الختم مع كل خيرتي صلاة على نور الوجود وآله وصحاب بدر ثم كل الصحابة. ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഇതുവരെ ചൊല്ലിയതും പറഞ്ഞതും പാടിയതുമൊക്കെ അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم اثبنا على ما قرأناه واجعل ثواب ذلك في صحائف هؤلاء السادات المذكورين الذين نتوسل بهم عموما وخصوصا وجميع الصالحين. اللهم اغفر لهم وارحمهم وتقبل منهم يا رب العالمين. اللهم يسر لنا ما طلبناه وتمم لنا ما نويناه من حوائجنا ومن أمور ديننا وأخرانا واستجب دعاءنا إنك سميع الدعاء فعال لما يريد. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا كربا إلا نفسته ولا مريضا إلا شفيته ولا دينا إلا قضيته ولا عدوا إلا أهلكته ولا ضالا إلا هديته ولا عسيرا إلا يسرته ولا ولدا إلا أصلحته ولا عيبا إلا سترته ولا حاجة من حوائج الدنيا والآخرة لك فيها رضا ولنا فيها صلاح إلا قضيتها ويسرتها وسخلتها يا أرحم الراحمين. اللهم بسطوة جبروتك هلك وبسرعة غاصة نسرك وبغيرتك لاندهاك حرماتك وبحمايتك لمن احتمى بآياتك نسألك يا الله يا سميع يا قريب يا مجيب يا سريع يا منتقم يا شديد البطش يا جبار يا قهار يا من لا يعجزه قهر الجبابرة ولا يعظم عليه هلاك المتمردة من الملوك والأكاسرة أن تجعل كيد من كادنا في نحرهم ومكر من مكر بنا إذن عليهم وحفرة من حفر لنا واقم فيها ومن نصب لنا شبكة الخداع له يا سيدي مساكا إليها ومصادا فيها وأسيرا لديها. اللهم بحق كافها يا عين صاد اكفنا هم العدا ونقه من الردى واجعلهم لكل حبيب فدا
وسلط عليهم عاجلا النقمة في اليوم والغد. اللهم بدد شملهم، اللهم فرق جمعهم، اللهم قلل عددهم، اللهم فل عددهم، اللهم اجعل الدائرة عليهم، اللهم ارسل العذاب إليهم، اللهم أخرجهم من دائرة الحلم، اللهم مزقهم كل ممزق مزقته من أعدائك انتصارا لأنبيائك ورسلك وأوليائك. اللهم انتصر لنا، اللهم انتصر لنا انتصارك لأحبابك على أعدائك. اللهم لا تمكن الأعداء فينا ولا تسلط علينا بذنوبنا، اللهم لا تمكن الأعداء فينا ولا تسلطهم علينا بذنوبنا، اللهم لا تمكن الأعداء فينا ولا تسلطهم علينا بذنوبنا. حميم 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 حم الأمر وجاء النصر فعلينا لا ينصرون. حميم عين سين قاف حمايتنا مما نخاف. اللهم قنا شر الأسواء ولا تجعلنا محلا للبلوى. نسألك العجل إلهي الإجابة يا الله. نسألك بأسرار هذه الدعوات أن تقبل ما به دعوناك، وأن تعطينا ما سألناك. أنجز لنا وعدك الذي وعدته لعبادك المؤمنين، لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. അർഹംറഹീമായ അല്ലാഹ്, ഞങ്ങൾ ഇതുവരെ ചൊല്ലിയതും പറഞ്ഞതും നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനേ. അർഹംറഹീമായ തമ്പുരാനെ, സ്വാദുക്കളായ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വം അല്ലാതെയും ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത പാപികളാണ്. ഞങ്ങളുടെ പാപങ്ങളിൻ്റെ മഹദ് ഫദ്ല് കൊണ്ട് പുറത്തു തരണേ അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളെ നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ ശിഷ്ടജീവി മുഴുവനും നിന്റെ താഴത്തിലും പൊരുത്തത്തിലുമാക്കി മാറ്റാനുള്ള തൗഫീഖും സന്മനസ്സും നൽകണേ റഹ്മാൻ. റഹ്മാനായ തമ്പുരാനെ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി പല നിലക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ പരിഹരിച്ചു തീർത്ത് സലാമത്തും റാഹത്തും നൽകണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹ്, ഹലാലായ ജീവിത സന്ധാരണത്തിനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ തുറന്നു തരണേ തമ്പുരാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ ബന്ധപ്പെട്ടവരുടെയും ജോലിയിലും പ്രവൃത്തികളിലും ഒക്കെ നീ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഒരുപാട് കടങ്ങളുള്ളവരാണ് ഞങ്ങളല്ലാഹ്. ഞങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു വീട്ടാനുള്ള വഴി നീ തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഒരു നിലക്കും ഞങ്ങളെ നീ ഫളീഹത്തിലാക്കല്ല റബ്ബേ. അല്ലാഹുവേ, ജീവിക്കും കാലത്തോളം ഇസ്സത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ, ഒരുപാട് രോഗികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. ആസ്പത്രികളിലും വീടുകളിലുമായി രോഗം കൊണ്ട് വേദന കൊണ്ട് വല്ലിട്ട് ജീവിക്കുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാവർക്കും നീ ശിഫാ നൽകണം അല്ലാഹ്. എല്ലാവർക്കും നീ ശിഫാ നൽകണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ദുആ കൊണ്ട് പലരും വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് ഞങ്ങളെക്കാളും അവരെക്കാളും അറിയുന്ന റബ്ബേ, എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. എല്ലാം നീ നിറവേറ്റി തരണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, വീടില്ലാത്തവരുണ്ട്, അനുയോജ്യമായ വീടുകൾ നൽകണേ തമ്പുരാനെ. വീടിൻ്റെ പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. വീട് പണി ഉദ്ദേശിക്കുന്നവർക്ക് അത് എത്രയും പെട്ടെന്ന് ആരംഭിച്ച് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇഹത്തിലും പരത്തിലും ഞങ്ങൾക്ക് കുളിർമയേകുന്ന മക്കളാക്കി തരണേ അല്ലാഹ്. അവരെ കൊണ്ട് കണ്ണീർ കുടിക്കേണ്ടി വരുന്ന ഹതഭാഗ്യത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നീ സന്മനസ് നൽകണം തമ്പുരാനെ. ഇഖ്ലാസ് നൽകണം തമ്പുരാനെ. തഖ്വ നൽകണം തമ്പുരാനെ. സൽസ്വഭാവം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്ക് വഴിപ്പെട്ട് ഇബാദത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ അവയവങ്ങളെ കൊണ്ട് യാതൊരു തെറ്റിലേക്കും നീങ്ങുന്നൊരവസ്ഥ ഉണ്ടാക്കല്ല അല്ലാഹ്.
അള്ളാഹുവേ, ഞങ്ങളുടെ അവയവങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ മാപ്പാക്കി തരണേ റഹ്മാനേ. റഹ്മാനായ അല്ലാ, ഞങ്ങൾ ഇന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഖബറിലാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിവിടെ ചൊല്ലിയതും പറഞ്ഞതുമായ ദിക്റുകളുടെയും ഖുർആനുകളുടെയും നസീഹത്തുകളുടെയും സവാബിന്റെ മിസ്ല അവരുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും ജന്നാത്തുനെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവരെയും ഞങ്ങളെയും ജന്നാത്തുനെയും ഒരുമിച്ച് കൂട്ടണേ അല്ലാ. റഹ്മാനായ തമ്പുരാനെ, അസയിൽ സാധുക്കളായ മുഅ്മിനീങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു തമ്പുരാനെ. അല്ലാഹുവേ, ദൈനംദിനം ധാരാളം പെൺകുട്ടികളും ആൺകുട്ടികളും കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളും സഹോദരിമാരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജൂത പരീക്ഷകളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ആ സത്യവിശ്വാസികൾക്ക് പൂർണ്ണ വിജയം നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരിൽ നിന്ന് വിടവാങ്ങിയവർക്ക് നീ ഷഹീദിന്റെ പദവി നൽകണേ അല്ലാ. ശുഹദാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ, മാനവ സമൂഹത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. പരാജയപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനായ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് നൽകിയ ആയുസ്സത്രയും നിന്റെ പൊരുത്തത്തിലായി ചിലവഴിച്ച് മരിക്കുന്ന സമയത്ത് നല്ല സദസ്സിൽ, നല്ല സമയത്ത്, നല്ലവരുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് മുത്തുനബിയുടെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.